Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കോമൺ ഡൗട്ടാണ്. +2 സേ എക്സാം റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ ഫെയിലായ സബ്ജക്റ്റ് റീവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ? സോ അതിനൊക്കെയുള്ള ഉത്തരമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. അപ്പോൾ ആദ്യം തന്നെ ഫെയിലായ സബ്ജക്റ്റ് റീവാലുവേഷന് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ക്ലിയർ ആക്കി തരാം. തീർച്ചയായും ഫെയിലായ സബ്ജക്റ്റും റീവാലുവേഷന് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ 3 സബ്ജക്റ്റിന് ഒരിക്കലും റീവാലുവേഷൻ ഓപ്ഷൻ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഓപ്ഷനും അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഒരുപാട് സ്റ്റുഡൻസിന് 4-5 മാർക്ക് വരെ ഇൻക്രീസ് ആയ ഒരു സിറ്റുവേഷനാണ് റീവാലുവേഷന് കൊടുക്കുന്നത്. സോ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം 2 മാർക്കിനൊക്കെ പോയതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. റീവാലുവേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ പേപ്പർ ടീച്ചേഴ്സ് ഒന്നുകൂടെ വാലുവേഷൻ ചെയ്യുന്നതാണ്. നമുക്ക് നോർമലി അറിയാം അല്ലേ, സോ എക്സാം ടൈമിൽ ഒരുപാട് സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തത്. സോ ഒരുപാട് പേപ്പേഴ്സ് ടീച്ചേഴ്സ് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് റീവാലുവേഷൻ അങ്ങനെയല്ല, കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് കൊടുക്കുന്നത്. സോ നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടെ വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും 1-2 മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയായിരിക്കും മാക്സിമം ടീച്ചേഴ്സ് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഇന്നാണ് റീവാലുവേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. സോ ഇതാലോചിച്ച് വെറീഡ് ആവണ്ട. 2-3 മാർക്കിനാണ് നിങ്ങൾ ഫെയിൽ ആയതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് റീവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ നിങ്ങളുടെ മാർക്ക് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. സോ ഇനി വെറുതെ റിസ്ക് എടുക്കണ്ട. നിങ്ങൾക്കത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കാൻ കൂടെ ശ്രമിക്കണം. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് സമയത്തിന് ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.